ആട്ടടുക്കളയിൽ നിന്ന് അടപ്രഥമനാണ് വെക്കുന്നത്. അതിനുവേണ്ടി 2 പാക്കറ്റ് അടയെടുത്തിട്ടുണ്ട്. 200 ഗ്രാമിൻ്റെ 2 പാക്കറ്റ്, അപ്പോൾ 400 ഗ്രാമിൻ്റെ പാക്കറ്റാണിത്. ഇതിവിടെ മാറ്റി വെക്കാം. ഇതിലേക്ക് 1 കിലോ വെല്ലം എടുത്തിട്ടുണ്ട്. 4 തേങ്ങയുടെ പാല് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 12 അണ്ടിപ്പരിപ്പ് കുതിർത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അട അതിലേക്ക് മുറിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിന് തീ ഓഫാക്കാം. 20 മിനിറ്റ് മൂടി വെക്കാം. ഇതാവുമ്പോഴേക്കും വെല്ലം ഉരുക്കിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിന് ഉരുകി വരട്ടെ. ഇനി എടുത്തു വെച്ച അണ്ടിപ്പരിപ്പ് അരച്ചെടുക്കാം. എല്ലാം ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇവിടേക്ക് മാറ്റി വെക്കാം. ഇനി അട എന്തായി നോക്കാം. അട വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ച് കഴുകി കൊടുക്കാം. തണുത്ത വെള്ളം ഒഴിച്ച് കഴുകിയിട്ടുണ്ട്. ഇതിനൊരു അരിപ്പയിൽ ഊറ്റിയെടുക്കാം. തേങ്ങാപ്പാലിൻ്റെ ലാസ്റ്റിലത്തെ പാലെടുത്തിട്ടുണ്ട്. ഇത് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഊറ്റി വെച്ച അട ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ നിന്ന് കുറച്ച് സമയം വേവട്ടെ. ഇത് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെല്ലം ഉരുക്കിയത് ചേർത്ത് കൊടുക്കാം. ഇനി വെല്ലത്തിൽ നിന്ന് നല്ലോണം തിളച്ച് വരട്ടെ. ഇത് പാത്രം ചെറുതായിപ്പോയി. ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റുന്നതാണ്. ആയോ നോക്കാം. വെല്ലം നന്നായി കുറുകി വന്നിട്ടുണ്ട്. അട വെല്ലമൊക്കെ നല്ല പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3-ാം പാല് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കുറുകി വരട്ടെ. ഇത് നോക്കാം. നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഇനി 2-ാം പാല് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പ് അരിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് തിളച്ച് വരട്ടെ. ഇതായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ടിപ്പാൽ ചേർത്ത് കൊടുക്കാം.
കുറച്ച് വെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് കുറച്ചൊന്ന് ചൂടായി വന്നോട്ടെ, എന്നിട്ട് ഇറക്കി വെക്കാം. പായസം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് കഴുകി വെയിലത്തിട്ട് ഉണക്കി പൊടിച്ച ഏലക്കയാണ്. ഇനി ഇത് വാങ്ങി വെക്കാം. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്ത് കൊടുക്കാം. ഇത് ചൂടായി വരട്ടെ. അത്രയും ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കാം. ഇതായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്തിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളെ പായസം റെഡിയായി. ഇതെല്ലാവരും ഉണ്ടാക്കി വെക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.